നിലപാട് മാറ്റി VM സുധീരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ആരു നയിക്കുമെന്ന് തീരുമാനമായിട്ടില്ലെന്ന് സുധീരൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞത് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഒരു ചോദ്യത്തിന് വ്യക്തമായി അതിൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞതല്ലാതെ ഇപ്പോൾ അതൊരു തുടർ ചർച്ചയായിട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യം ഇപ്പോൾ ഇല്ല, അതിന് പ്രസക്തിയില്ല. തന്നെയുമല്ല, ഇപ്പോൾ പൂർണ്ണമായ കേന്ദ്രീകരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വൻ വിജയം നേടിയെടുക്കാൻ ഉള്ള പ്രവർത്തനം അത് മാത്രം. വിവരങ്ങളുമായി സിജി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, ഒടുവിൽ സുധീറിന്റെ നിലപാടിൽ അയവ് വന്നിരിക്കുന്നു. ചെന്നിത്തല സുധീറിനെതിരെ തിരിഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ ഈ നിലപാട് മാറ്റം? തീർച്ചയായും അഞ്ജു, ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം പാർട്ടിക്ക് മുതൽക്കൂട്ടാണെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി തന്നെ UDF-നെ നയിക്കുമെന്നായിരുന്നു സുധീറിന്റെ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് മുൻ KPCC പ്രസിഡന്റും നിലവിൽ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനമായിട്ടില്ല എന്നും UDF ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ ഈ AI ഗ്രൂപ്പുകൾക്കിടയിൽ കടുത്ത ഭിന്നത ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഉമ്മൻചാണ്ടിയുടെ VM സുധീറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ഇരു ഗ്രൂപ്പുകൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായിരുന്നു. സംഘടനാ വിവാദത്തിലും സുധീറിനെതിരെ AI ഗ്രൂപ്പുകൾ ഒന്നിച്ചിരുന്നു. ഗ്രൂപ്പ് ഐക്യങ്ങൾ തകർക്കുവാനുള്ള VM സുധീറിന്റെ ശ്രമത്തിനെതിരെ AI ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ചർച്ചകളിൽ നമുക്ക് കാണാനായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ VM സുധീറിന്റെ ഇത്തരത്തിലൊരു പ്രസ്താവന വന്നപ്പോൾ അതിനെതിരെയും AI ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നും പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടാണ് VM സുധീറിന്റെ പ്രസ്താവന വന്നത് എന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ I ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല തന്നെയാണെങ്കിൽ പ്രസ്താവന നടത്തിയത്. അത്തരത്തിലൊരു നേതാവിനെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പര്യടനം അത്തരത്തിൽ ആലോചനകൾ പുരോഗമിച്ചിട്ടില്ല. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തുടർന്നാണ് ഇപ്പോൾ തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് പ്രസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് VM സുധീരൻ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ മുൻനിർത്തിയുള്ള ചർച്ചകൾ, തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ചർച്ചകൾ ഇതുവരെ ആലോചനകൾ നടന്നിട്ടില്ല. ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. നേരിൽ താൻ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നൽകിയത്. അത് തന്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, തുടർ ചർച്ചകൾ നടത്തുന്നത് അത്തരം ചർച്ചകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്നുള്ള നിലപാടാണ് VM സുധീരൻ ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആദ്യം മുമ്പോട്ട് വെച്ച ആ ഒരു നിലപാടിൽ നിന്ന് പിൻവലിയുന്ന ഒരു സൂചനയും വരുന്നു. കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ മറ്റ് എതിർ ഗ്രൂപ്പുകൾ മുമ്പോട്ട് വെച്ച സോളാർ അഴിമതി, കേസ് തുടങ്ങിയ അഴിമതി കേസുകളെല്ലാം ഉമ്മൻചാണ്ടിക്ക് പ്രതികൂലമായി നിൽക്കുന്നു. ഇത്തരത്തിലെല്ലാം ആരോപണം നേരിടുന്ന ഒരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കത്തിനെതിരെ I ഗ്രൂപ്പ് ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് VM സുധീരന്റെ ആദ്യ പ്രസ്താവന വരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് നിലപാടെന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അഞ്ജു, ദിൽജിത്ത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനകത്തെ ഭിന്നതകൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഒന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മറുപടി അത്തരത്തിൽ വേണ്ട ഈ ഒരു നിലപാട് മാറ്റത്തെ കാണാൻ? തീർച്ചയായും അഞ്ജു, ഇത്തരത്തിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ കോൺഗ്രസിനുള്ള AI ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സുധീറിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സുധീറിന്റെ ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് AI ഗ്രൂപ്പുകൾ നടത്തിയത്. ആ നീക്കങ്ങൾ ഒരു പരിധിവരെ ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ AI ഗ്രൂപ്പ് സംഘർഷങ്ങൾ രൂക്ഷമായിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സുധീറിന്റെ ഇടപെടൽ ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ തീർത്ത് സുധീറിന്റെ ഇടപെടൽ ഒഴിവാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സുധീറിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായത്. അത് ശരിക്കും A ഗ്രൂപ്പിന് അനുകൂലമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്ക്, നിലവിലെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. എങ്കിൽ പോലും അതിനെതിരെ I ഗ്രൂപ്പിനുള്ളിൽ നിന്നാണ് ആദ്യം ഇത്തരത്തിൽ എതിർപ്പുകൾ ഉയർന്നു വന്നത്. കാരണം ഒരു വിഭാഗത്തെ മാത്രം അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തുന്നു. നിലവിലെ മുഖ്യമന്ത്രിയും A ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടിയെ അനുകൂലിച്ച് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന്റെ നേതാവായി അല്ലെങ്കിൽ UDF-ന്റെ നേതാവായി തെരഞ്ഞെടുപ്പിനെ നയിക്കാനായി അദ്ദേഹത്തെ
ആണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ഏകപക്ഷീയമായ തീരുമാനമെടുത്തിരിക്കുന്നു. അത്തരത്തിലൊരു നിലപാട് രംഗത്ത് വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടത്താതെ ഇരു ഗ്രൂപ്പുകൾക്കിടയിലും ചർച്ചകൾ നടത്താതെ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയ VM സുധീരന്റെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നു. ഐ ഗ്രൂപ്പിനുള്ളിൽ നിന്ന് ഉയർന്നു വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സുധീരന് തന്റെ പ്രസ്താവന തിരുത്തുക അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ ഈ പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കവേ ഇത്തരത്തിൽ ഈ നിലപാടിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് നിലവിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് പാർട്ടിയെ നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ധാരണയായിട്ടില്ല എന്ന മറുപടി സുധീറിന് പറയേണ്ടി വന്നത്. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരും നയിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന നിലപാട് മാറ്റിക്കൊണ്ട് VM സുധീരൻ രംഗത്ത് വന്നിരിക്കുന്നു. വിവരങ്ങളാണ് സിജി ദിൽജിത്ത് നൽകിയത്.